ഹലോ, ടെക്നോ ടിപ്സ് ഓറിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഓയിൽ മുഴുവൻ തീർന്ന് പിസ്റ്റൺ ജാമായ ഒരു വണ്ടിയുടെ എൻജിൻ റിപ്പയറിംഗ് വീഡിയോ സീരീസ് ടെക്നോ ടിപ്സ് ഓറി ഓൾറെഡി തുടങ്ങിയിരുന്നു. ഈ വീഡിയോ സീരീസിലെ പാർട്ട് 3 വീഡിയോയാണെന്ന്. പാർട്ട് 1ൻ്റെയും പാർട്ട് 2ൻ്റെയും വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻജിൻ ഹെഡ് കവറിംഗ് അഴിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അതിനുവേണ്ടി നമുക്ക് 2 10 മില്ലിമീറ്റർ ഹെഡ് കവറിംഗ് ബോൾട്ടുകളാണ് ഊരാനുള്ളത്. 10 മില്ലിമീറ്റർ ടീ സ്പാനറോ റിംഗ് സ്പാനറോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബോൾട്ടുകൾ രണ്ടും ഊരി കഴിഞ്ഞാൽ മെല്ലെ ഇതുപോലെ തട്ടിക്കൊടുത്താൽ വാൽവ് കവറിംഗ് നമുക്ക് എടുത്തു മാറ്റാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഹെഡ് കവർ ഗ്യാസ്കറ്റ് അഥവാ ഹെഡ് ബീഡിംഗ് നമുക്ക് എടുത്തു മാറ്റണം. ക്യാം ഷാഫ്റ്റിൽ വരുന്ന ടൈമിംഗ് ചെയിൻ്റെ സ്പ്രോക്കറ്റിൻ്റെ ഈ 2 8 മില്ലിമീറ്റർ ബോൾട്ടുകൾ നമുക്കിനി ഒരു ടീ സ്പാനർ ഉപയോഗിച്ച് റിലീസ് ചെയ്ത് വയ്ക്കാം. മുഴുവനായി ഇപ്പോൾ ഊരേണ്ടതില്ല. ടൈമിംഗ് ചെയിൻ അഥവാ ക്യാം ചെയിൻ്റെ ടെൻഷനറാണിത്. 2 10 മില്ലിമീറ്റർ ബോൾട്ടുകളാണ് ഇവിടെ വരുന്നത്. ഈ ബോൾട്ടുകൾ റിലീസ് ചെയ്യുന്നതിനനുസരിച്ച് ടെൻഷനർ പുറത്തേക്ക് തള്ളി വരുന്നതുകൊണ്ട് 2 ബോൾട്ടുകളും മാറി മാറി നിങ്ങൾ ഈക്വലായി അഴിച്ചുകൊണ്ടേയിരിക്കണം. ദാ ഇതുപോലെ. റോക്കറാം ക്യാം ഷാഫ്റ്റ് അസംബ്ലിയെയും എൻജിൻ ഹെഡിനെയും ഉറപ്പിച്ചിർത്തുന്ന ഈ 4 നട്ടുകൾ ഊരിയെടുക്കുകയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം നല്ല ലൂസനിങ് ടോർക്ക് ആവശ്യമായി വരുന്നതുകൊണ്ട് ഒരു 12 മില്ലിമീറ്റർ റിംഗ് സ്പാനറോ അല്ലെങ്കിൽ 12 മില്ലിമീറ്റർ ഹെക്സ് സോക്കറ്റ് മെൽറോഡുമോ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ നട്ടുകൾ റിലീസ് ചെയ്യുമ്പോൾ കോർണർ ഭാഗത്ത് ഓപ്പോസിറ്റായി വരുന്ന നട്ടുകൾ ആദ്യം റിലീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ഈ നട്ട് ലൂസ് ചെയ്താൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഈ നട്ടാണ് ലൂസ് ചെയ്യേണ്ടത്. ഈ പാറ്റേണിൽ ഊരുന്നതാണ് ഏറ്റവും നല്ലത്. നട്ടിന് പിന്നിലായി ഓരോ വാഷറുകൾ വീതമുണ്ടാകും. നാല് നട്ടുകളും അതിൻ്റെ കറസ്പോണ്ടിങ് വാഷറുകളും ഊരിക്കഴിഞ്ഞാൽ നേരത്തെ ലൂസ് ചെയ്ത് വെച്ച ക്യാം ഷാഫ്റ്റ് സ്പ്രോക്കറ്റിൻ്റെ 2 8 മില്ലിമീറ്റർ ബോൾട്ട് നമുക്ക് ഊരിയെടുത്ത് മാറ്റാം. ടൈമിംഗ് ചെയിൻ സ്പ്രോക്കറ്റ്, ക്യാം ചെയിൻ വീൽ, ടൈമിംഗ് ചെയിൻ വീൽ എന്നിങ്ങനെയൊക്കെ ഇതറിയപ്പെടുന്നു. ടൈമിംഗ് ചെയിൻ ഇതുപോലെ റിലീസ് ചെയ്ത് തൂക്കിയിട്ടതിന് ശേഷം ഈ ഭാഗത്ത് വരുന്ന 2 10 മില്ലിമീറ്റർ ബോൾട്ട് കൂടി നമുക്ക് അഴിക്കാനുണ്ട്. ഈ 2 ബോൾട്ടുകൾക്കും അത്യാവശ്യം നല്ല നീളമുണ്ട്. 2 ബോൾട്ടുകളും ഊരി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എൻജിൻ ഹെഡ് ഇതുപോലെ വലിച്ചൂരിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഒരു മെറ്റൽ ഗ്യാസ്കറ്റ് ഉണ്ടാകും. പിന്നാലെ എൻജിൻ സിലിണ്ടറും ഇതുപോലെ ഊരിയെടുക്കാവുന്നതാണ്. ഓയിലില്ലാതെ ഒരുപാട് ഓടിയതുകൊണ്ട് സിലിണ്ടർ വാളിൽ നിറയെ സ്ക്രാച്ചായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓയിൽ മുഴുവൻ തീർന്ന് ഓടിയതുകൊണ്ട് ഈ വണ്ടിയുടെ പിസ്റ്റൺ കണക്റ്റിംഗ് റോഡിൽ ആകെ ജാമായ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ പിസ്റ്റൺ കണക്റ്റിംഗ് റോഡിൽ നിന്നും വേർപെടുത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഏതു തന്നെയായാലും ക്രാങ്ക് റീസെറ്റിങ്ങിനെ ലെയ്ത്ത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാനുള്ളത് കൊണ്ട് പിസ്റ്റൺ ഞാനിവിടെ വേർപെടുത്തുന്നില്ല. തുടർ വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക്